അതൊക്കെ ഒരു കാലമായിരുന്നു. അതായത് ഹിസ്ബുള്ളയുടെ ലെബനനിലെ ഹിസ്ബുള്ള എന്ന് പറയുന്ന ഭീകരവാദ സംഘടനയുടെ കുറേ ഭീകരവാദികളെ പേജർ ആക്രമണത്തിലൂടെ ഇസ്രായേൽ കീഴ്പ്പെടുത്തിയത് അല്ലെങ്കിൽ കൊലപ്പെടുത്തിയത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഇസ്രായേലിൻ്റെ മൊസാദാണ് ലോകത്തെ തന്നെ ഞെട്ടിക്കുന്ന ഈ ഒരു കാര്യം ചെയ്തത്. ഇതിന് പിന്നാലെ ഹിസ്ബുള്ളയുടെ പല പല നേതാക്കളെയും നസറുള്ള വരെയുള്ള നേതാക്കളെ ഇസ്രായേൽ കൊന്നൊടുക്കുന്ന കാഴ്ച നമ്മൾ കാണാനായിട്ട് സാധിച്ചു. ബങ്കർ ബസ്റ്റർ ബോംബ് ഉപയോഗിച്ചാണ് നസറുള്ളയെ കൊലപ്പെടുത്തിയതെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടെങ്കിലും ബോംബ് വീഴേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. ബോംബ് വരുന്നത് കണ്ടപ്പോൾ തന്നെ നസറുള്ള മരിച്ചു കൊടുത്തു എന്നുള്ളതാണ് ആ സമയത്തുള്ള റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. ഇപ്പോഴിതാ ലബനനിൽ വീണ്ടും ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുന്നു. തെക്കൻ ലബനനിൽ ഇസ്രായേലിന്റെ വൻ ആക്രമണം ഹിസ്ബുള്ള സൈനിക താവളങ്ങൾ നശിപ്പിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇറാൻ പിന്തുണയുള്ള ഭീകര സംഘടനയായിട്ടുള്ള ഹിസ്ബുള്ളയുടെ ഒരു സൈനിക താവളത്തിൽ, തെക്കൻ ലബനനിലുള്ള സൈനിക താവളത്തിൽ വൻ വ്യോമാക്രമണമാണ് നടന്നത്. അവിടെ ഹിസ്ബുള്ളയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. ആക്രമണത്തിന് മുമ്പ് തീവ്രവാദ കേന്ദ്രങ്ങൾക്ക് സമീപമുള്ള തൈബ, തൈർ, ദേഖ, ആയത് അൽ ജബ്ബാർ എന്നീ പ്രദേശങ്ങളിലെ താമസക്കാരോട് ഒഴിഞ്ഞു പോകാനും ഗ്രാമങ്ങളിൽ നിന്ന് കുറഞ്ഞത് 500 മീറ്റർ അകലെ മാറാനും ഇസ്രായേൽ ആവശ്യപ്പെട്ടു എന്ന റിപ്പോർട്ടുകളുണ്ട്. കേണൽ അവിദ് ഖദ്ദായിയാണ് അറബിയിൽ ഈ മുന്നറിയിപ്പ് നൽകിയത്. ഇസ്രായേൽ ഗ്രാമങ്ങൾ ഒഴിപ്പിച്ചതായി അഭ്യൂഹങ്ങളുണ്ടെന്നും എന്നാൽ ആ അഭ്യൂഹം ശരിയല്ലെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ഹിസ്ബുള്ള സൈനിക താവളങ്ങൾക്ക് സമീപം ഗ്രാമങ്ങളിലെ താമസക്കാരോട് വീടുകൾ വിട്ട് 500 മീറ്റർ അകലെ താമസിക്കാൻ മാത്രമേ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. ഇതോടൊപ്പം ഹിസ്ബുള്ളയാണ് ആദ്യമായി വെടിനിർത്തൽ കരാർ ലംഘിച്ചത്. അതിനാൽ ഇതിനെ ശിക്ഷിക്കാൻ ഞങ്ങൾ ഈ നടപടി സ്വീകരിക്കേണ്ടി വന്നു എന്നുമാണ് ഇസ്രായേൽ നിലവിൽ പറയുന്നത്. ഇസ്രായേൽ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു, നിരവധി പേർക്ക് പരിക്കേറ്റു. എന്നിരുന്നാലും പരിക്കേറ്റവരുടെ കൃത്യമായ എണ്ണം പിന്നീട് അറിയാൻ കഴിയുമെന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഹിസ്ബുള്ള ആക്രമിച്ചാൽ അപകടകരമായ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് ഇസ്രായേൽ ആർമി കേണൽ ഖദ്രായി ഹിസ്ബുള്ളയ്ക്ക് ഇപ്പോഴും മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ്. അതേസമയം ഗലീലിയയിലും വടക്കൻ മോളാൻ കുന്നുകളിലും സ്ഫോടന ശബ്ദം കേട്ടതായി കിര്യറ്റ് ഷ്മോണ പട്ടണത്തിലെ മുനിസിപ്പാലിറ്റിയും ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ മിഡിൽ ഈസ്റ്റിലെ സ്ഥിതി വീണ്ടും സംഘർഷഭരിതമാവുകയാണെന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.